ഹലോ, എല്ലാവരും എന്നെ എടുക്കുകയാണോ? ഞാനിവിടെ തീർന്ന പണിയെല്ലാം ചെയ്യുമായിരുന്നു. അതാണെന്ന് വെച്ച് താമസിച്ചു പോയി. പിന്നെ എനിക്ക് ഒത്തിരി പേര് ഇന്ന് എന്നെ വിളിച്ചു. കുറേ പേരൊക്കെ വിളിച്ച് ഞാൻ എടുത്തു. എനിക്ക് എല്ലാം പറ്റും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ആദ്യം തന്നെ ഒരു ക്ഷമ പറയുവാണേ. എന്താണെന്ന് വെച്ചാൽ മോൾ ഇന്ന് തൊട്ട് ജോലിക്ക് പോകുമായിരുന്നു. അന്നേരം പിന്നെ കുഞ്ഞിൻ്റെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. അവനിടയ്ക്ക് ഫോൺ എടുക്കാൻ എനിക്ക് നേരമില്ലായിരുന്നു. അതുകൊണ്ടാണ് എടുക്കാൻ ഞാൻ കേട്ടോ. അതുകൊണ്ട് ആർക്കും ഒന്നും തോന്നുന്നില്ല. ആരും എന്നോട് പിണങ്ങൊന്നും ചെയ്യല്ലേ കേട്ടോ. ഞാൻ മറ്റൊന്നും വെച്ചോണ്ടല്ല, എല്ലാവർക്കും മറുപടി തരും. എല്ലാവരും ഞാൻ വിളിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും അതറിഞ്ഞിട്ട് എന്നോട് ഇതാക്കണം. മെസ്സേജ് കിട്ടും എല്ലാവരും. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. ഫോണിലെടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ കുഞ്ഞടുത്തിരുന്നുകൊണ്ട് കരയും. അന്നേരം അങ്ങനെ ആയി. പിന്നെ വീട്ടിൽ അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. 2-3 ദിവസമൊക്കെ കഴിഞ്ഞതൊന്ന് ശരിയായി വരണം. അതായത് കുഞ്ഞും ഞാനും കൂടെ ഒന്ന് തന്നെ ഉള്ളപ്പോൾ ഞങ്ങളതൊന്ന് അടുപ്പിച്ച് കൊണ്ടുവരട്ടെ, എന്നിട്ട് എന്നെ എടുക്കും. പിന്നെ മെസ്സേജ് വിട്ടാൽ വൈകിട്ട് ദൈവം വന്നാൽ എന്നെ വായിച്ച് കേൾപ്പിക്കും. അതുകൊണ്ട് മെസ്സേജൊക്കെ എല്ലാവരും വിടുക. ഇനിയിപ്പം ദൈവം വന്നില്ല ഇതുവരെ. ഇനി എപ്പോഴാണ് വരുന്ന നേരത്തിൽ ഉച്ചയ്ക്ക് ഒന്ന് ഉണ്ണാൻ വേണ്ടി വരും. ഉണ്ണാൻ വന്ന് കുഞ്ഞിന് പാലും കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. ആരാണ്ട് എൻ്റെ ഫോണെ വിളിക്കുന്നുണ്ട്. ആരാന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അമ്മൂനെ കൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുപ്പിച്ചിടുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ കൂടെ ഒന്ന് സഹകരിച്ചൊക്കെ ഞങ്ങളെ ഇതാക്കി വിടണേ. ചോറ് എടുത്തേക്ക് അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ ചോറ് കൊടുക്കണം. പിന്നെ കറി എന്ന് പറഞ്ഞാൽ രാവിലത്തെ കടലക്കറി ഉണ്ടായിരുന്നു. അത് രാവിലെ ഞങ്ങൾ അപ്പത്തിന് കടലക്കറി വെച്ചു. അതുണ്ട്. കടലക്കറി ചേറെ ഞാൻ വെച്ചു. ഉച്ചക്കത്തേനും കൂടി ഒരു ചാറുകറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അന്നേരമാണ് മീൻ മേടിച്ച് തന്നിട്ടാണ് പോയത്. മാച്ചാൻ മീനിൻ്റെ പേരാണ് കണ്ടോ. മാച്ചാൻ എന്ന് പറയുന്ന മീനാണ് കൊച്ചു മേടിച്ച് തന്നത്. അത് കറി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ മീൻ ആദ്യമായിട്ടാണ് കറി വെക്കുന്നത്. പക്ഷേ കുഴപ്പമില്ലെന്ന് കണ്ടിട്ട് തോന്നുന്നു. ചാറൊക്കെ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കോവയ്ക്ക തോരനും വെച്ചിട്ടുണ്ട്. കോവയ്ക്ക തോരനുണ്ട്. അച്ഛനവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ ചോറെടുക്കുന്നിടത്ത് അച്ചാറുണ്ട്. മാങ്ങ ചേർന്ന് പറയാൻ പറ്റുന്നത് ഉപ്പിലിട്ട മാങ്ങയായിരുന്നു. അത് ഞാൻ അങ്ങനെ അച്ചാറാക്കി എടുത്തതാണ്. അന്നേരം നമുക്കിന്നത് ചോറുണ്ട്, മീൻകറിയുണ്ട്, കടലക്കറിയുണ്ട്, കോവയ്ക്ക തോരൻ, അച്ചാർ, എന്തായാലും ഇത്രയൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞ കാര്യം അറിയാമല്ലോ. അതുകൊണ്ട് എല്ലാവരും ഓടി വായോ ചോറുണ്ണാം.